ശ്രീ ടി പി ജയചന്ദ്രൻ മാസ്റ്റർ, എന്തുകൊണ്ട് ശബരിമലയിൽ ഇത്തരം ആചാര ലംഘനങ്ങൾ ആവർത്തിക്കുന്നു എന്നുള്ള തുടക്കത്തിലെ ചോദ്യം എപ്പോഴും പ്രസക്തമാകുന്ന ഒരു ചോദ്യമാണ്. കാരണം ഇപ്പോൾ അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് അവിടെയും ഒരു ആചാര ലംഘനം സംശയിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യം കൂടി പ്രസക്തമാവുകയാണ്. ശ്രീ അനിൽ വിളയിൽ നേരത്തെ അത് സൂചിപ്പിക്കുകയുണ്ടായി. എന്തിനാണ് ഈ ആചാര ലംഘനത്തിനുള്ള കൊപ്പുകൂട്ടലായിട്ട് ഒരു അയ്യപ്പ സംഗമം മാറുന്നു എന്നുള്ള സ്വാഭാവികമായ സംശയം. കാരണം ബിന്ദു അമ്മിണി അവിടെ എത്തുന്നു, രഹ്ന ഫാത്തിമ എത്തുന്നു, കനകദുർഗ എത്തുന്നു. അവരൊക്കെയും എന്തിനാണ് ശബരിമലയിലേക്ക് പോകാൻ കച്ചകെട്ടി വന്നത്, അതിന് സർക്കാർ എത്രത്തോളം പിന്തുണ നൽകി എന്ന കാര്യമൊക്കെ നമുക്ക് മുന്നിലുണ്ട്. അവിടെ ഈ ആചാര ലംഘനവുമായി ബന്ധപ്പെട്ട് എം ജയചന്ദ്രൻ ഉന്നയിച്ച ചില ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾ കൂടി ഒന്ന് പരാമർശിക്കാമെന്ന് തോന്നുന്നു. സുരേഷേ, എം ജയചന്ദ്രൻ സാർ ആദ്യമായി ഒരു പരിഭവം പറഞ്ഞു. ആചാര ലംഘനങ്ങളുടെ ഘോഷയാത്ര നടത്തുന്നത് ഇത് മാത്രമല്ല, ശബരിമലയിൽ നടത്തുന്നതിനുള്ള നിങ്ങളുടെ പ്രതികരണം എന്താണ്? ഞാൻ അദ്ദേഹത്തിന്റെ പ്രതികരണത്തോട് 100 അല്ല 110% യോജിക്കുകയാണ്. ഞാൻ മാത്രമല്ല, എനിക്ക് തോന്നുന്നു അനിൽ വിളയിലും കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയും കേരളത്തിലെ വിശ്വ ഹിന്ദു പരിഷത്തും ഹിന്ദു ഐക്യവേദിയും ഉൾപ്പെടെയുള്ള ഭക്തരുടെ പ്രതിനിധീകരിക്കുന്ന കേരളത്തിലെ എല്ലാ സംഘടനകളും പറയുന്നത് ശരിവെക്കുകയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. ഞാൻ അതുകൊണ്ടാണ് പ്രത്യേകം പരാമർശിക്കാതിരുന്നത്. ഞാൻ ജയചന്ദ്ര സാറോട് പറയുന്നത്, താങ്കളും കൂടി ശരിവെക്കുന്നത് എന്താണ്? ദേവസ്വം ബോർഡ് അവരിൽ നിക്ഷിപ്തമായ പ്രതീക്ഷിക്കുന്ന കർത്തവ്യങ്ങൾ നിറവേറ്റുന്നില്ല. നിലവിലുള്ള സംവിധാനം പരാജയമാണ്. അവരുടെ ഉദ്ദേശശുദ്ധിയെ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇത്തരം ആചാര ലംഘനങ്ങളെ തിരുത്തുന്നതിന് പകരം നിരന്തരമായി ശ്രേണിയിലായിട്ട് ആചാര ലംഘനങ്ങൾ തുടരുകയാണ്. ഇനി ഈ കാര്യത്തെക്കുറിച്ചുള്ള സംശയത്തിന് ആധികാരികം എന്താണ്? നോക്കൂ, ദേവസ്വം ബോർഡിന്റെ താല്പര്യം ഹിന്ദു മതവിശ്വാസമോ ആത്മീയ ചൈതന്യമോ ക്ഷേത്ര ആചാരങ്ങളുടെയോ സംരക്ഷണമോ പ്രോത്സാഹനമോ അല്ല. വളരെ കൃത്യമായ സാമ്പത്തിക താല്പര്യങ്ങളുണ്ട്. ശബരിമലയിലെയും ഗുരുവായൂരിലെയും ദേവസ്വം ബോർഡിന്റെ കാണിക്ക വഞ്ചി എണ്ണുന്നതുമായി ബന്ധപ്പെട്ട് അത് നിയന്ത്രിക്കേണ്ട ദേവസ്വം ബോർഡിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് പരമോന്നത നീതിപീഠം തന്നെ അതിൽ പരിശോധിച്ചു. ആ നീതിപീഠമാണ് ദേവസ്വം ബോർഡിന്റെ പ്രതിനിധികളും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും കാണിക്ക വഞ്ചിയിൽ കൈയിട്ട് വാരുന്നോ എന്നുള്ള സംശയം ബലപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് അത് CCTV വെച്ച് നിരീക്ഷിച്ചുകൊണ്ടായിരിക്കണം, കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെയും അനുബന്ധ പ്രസ്ഥാനങ്ങളുടെയും സാന്നിധ്യത്തിലായിരിക്കണം, കൂടി ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ദേവസ്വം ബോർഡിനൊപ്പമോ ദേവസ്വം ബോർഡിനേക്കാളുമോ അതിനകത്തുള്ള രാഷ്ട്രീയക്കാരേക്കാൾ ഈ സംവിധാനത്തിന്റെ രക്ഷയ്ക്ക് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങളാണ് കേരള ക്ഷേത്ര സംരക്ഷണ സമിതി പോലുള്ള നാം വിയോജിക്കുന്ന പ്രസ്ഥാനങ്ങൾ. ചോദ്യം, അത്തരത്തിൽ കോടതി പോലും പരാമർശിച്ചിരിക്കുന്ന അത്തരം ഓർഗനൈസേഷനുകളെ വിശ്വാസത്തിലെടുക്കാതെ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത് എന്തുകൊണ്ടാണ്? ചോദിച്ചു ഇവിടെ ഒരു ചോദ്യം അനില്, എന്താണ്? ദേവസ്വം ബോർഡാണ് എന്ന് വാദത്തിന് വേണ്ടി ജയചന്ദ്രൻ സാറ് ഞാൻ വിശ്വസിക്കാം. അങ്ങനെയാണെങ്കിൽ അതിൽ അധ്യക്ഷം വഹിക്കേണ്ടത് ആരായിരുന്നു? ഇദ്ദേഹത്തിന് കൊടുക്കേണ്ട റോൾ എന്തായിരുന്നു? അപ്പൊ ഇത് സാക്ഷ്യപ്പെടുന്നത് എന്താണ്? നമ്മളുടെ സംവിധാനം. പിന്നെ ഒരു കാര്യം കൂടി ജയചന്ദ്രൻ ചൂണ്ടിക്കാണിച്ചു. ഉമ്മൻചാണ്ടിയുടെ സർക്കാരാണ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് കോൺട്രാക്ട് കൊടുക്കാതെ അവർക്ക് സാധാരണ നിശ്ചയിച്ചതിനേക്കാൾ കുറെ ശതമാനം തുകയ്ക്ക് കൊടുക്കാം. എന്തിനാണ് സർ കേരളത്തിലെ പാവപ്പെട്ടവന് നിത്യനിദാന ചെലവിന് ബുദ്ധിമുട്ടുന്ന പാവപ്പെട്ട തൊഴിലാളികൾക്ക് വേതനം കൊടുക്കാൻ ബുദ്ധിമുട്ടുന്ന പെൻഷൻ കൊടുക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരു സംസ്ഥാനത്തിൽ ഇതിനേക്കാൾ കുറഞ്ഞ തുകയ്ക്ക് പൊതുഖജനാവിലെ പണം ഉപയോഗിച്ച് തരാൻ തയ്യാറുള്ള ആളുകൾ ഉള്ളപ്പോൾ എന്തിനു കൊടുക്കണം? എന്റെ ഓർമ്മയില് സുപ്രീം കോടതി തന്നെ അതിനെക്കുറിച്ച് നെഗറ്റീവ് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഉമ്മൻചാണ്ടി ചെയ്ത ഒരു തെറ്റ് അതേപടി തുടരാനാണോ പിണറായി വിജയൻ? എല്ലാം ശരിയാക്കാനല്ലേ നമ്മൾ പോകുന്നത്? പൊതുഖജനാവിലെ പണം ദുരുപയോഗം ചെയ്യുന്നതും പ്രക്ഷിപ്തമായ സർക്കാരിൽ പ്രഖ്യാപിതമായ താല്പര്യങ്ങൾ സംരക്ഷിക്കുകയുമല്ലേ ഒരു ഗവൺമെന്റ് ഭാഗത്തു നിന്നുണ്ടാവുന്നത്? ഇവിടെ നിരന്തരമായി ആചാരങ്ങൾ ലംഘിക്കപ്പെടുന്നു എന്ന് ജയചന്ദ്രൻ സാർ തന്നെ ചൂണ്ടിക്കാണിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ദേവസ്വം ബോർഡ് പരാജയമാണ് എന്നതല്ലേ അതിന്റെ അർത്ഥം? അതിനെ നോക്കുകുത്തിയായി നിയന്ത്രിക്കേണ്ട, കണ്ണിൽ എണ്ണയൊഴിച്ച് ജാഗരൂകരായി നിയന്ത്രിക്കേണ്ട സംവിധാനങ്ങൾ കണ്ണടയ്ക്കുകയും അവർ മറ്റെന്തോ നിശ്ചിതമായ താല്പര്യങ്ങളിലൂടെ അവർക്ക് താല്പര്യം സംരക്ഷിക്കുകയും ചെയ്യുന്നു എന്ന് ബലപ്പെടുത്തുകയല്ലേ ആ വാക്കുകൾ ചെയ്യുന്നത്? ഞാൻ താങ്കളോട് 100% യോജിക്കുകയാണ്. ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന സംവിധാനം അത് രൂപീകരിക്കപ്പെടുമ്പോൾ അവരിൽ നിന്നും സമൂഹം പ്രതീക്ഷിച്ചത്, വിശ്വാസികൾ പ്രതീക്ഷിച്ചത് അവരിൽ നിന്നും തിരിച്ചു കിട്ടുന്നില്ല. അവരുടെ ലക്ഷ്യവും താല്പര്യവും മറ്റെന്തോ ആണ്. അത്തരത്തിൽ മറ്റെന്തോ ലക്ഷ്യങ്ങളും താല്പര്യങ്ങളുമുള്ള ആളുകൾ ശബരിമല ആചാര ലംഘനത്തിന്റെ കേസുമായി ബന്ധപ്പെട്ട വലിയ തർക്കങ്ങൾ കോടതി പോലും ഗവൺമെന്റ് കൊടുത്ത വാക്കുകൾ പാലിക്കപ്പെടുന്നില്ല. പിന്നെ ഇതിൽ ഒരു കാര്യം കൂടെ ഞാൻ ശ്രദ്ധപ്പെടുത്തുന്നത്, ബിന്ദു അമ്മിണിയെ കുറിച്ചും രഹ്ന ഫാത്തിമയെ കുറിച്ചും ഒക്കെ എന്തിനാശങ്കപ്പെടുന്നു?
അതൊരു പോസിറ്റീവ് അല്ല. താങ്കൾ പറഞ്ഞത് ശരിയാണ്. അങ്ങനെ നമുക്ക് എല്ലാവരെയും സംശയിക്കേണ്ടതുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇതിനെ ആദ്യം സ്വാഗതം ചെയ്തത് ബിന്ദു അമ്മിണിയാണ്. അവർക്ക് ഇതിനകത്തുള്ള റോളുകൾ കിട്ടാനോ കിട്ടിക്കൊണ്ടിരിക്കാനോ ഉള്ള അവരുടെ താല്പര്യം ഉണ്ടാവാം. അതിനെ തള്ളി പറയാൻ ഈ സംഘാടകർ തയ്യാറായിട്ടില്ല. ഇന്നേ വരെ രഹന ഫാത്തിമയും ഈ തരത്തിൽ ബിന്ദു അമ്മിണിയും ശബരിമലയോട് കാണിച്ചിരിക്കുന്ന ക്രൂരമായ വിശ്വാസികളുടെ മനസ്സിനെ വ്രണപ്പെടുത്തിയ, ഒരുപക്ഷെ അവർ ഒരിക്കലും മറക്കാനോ പൊറുക്കാനോ തയ്യാറായിട്ടുള്ള ആവാത്ത ഈ ധിക്കാരത്തെ ദേവസ്വം ബോർഡോ ഇതിന്റെ സംഘാടകരോ തള്ളി പറഞ്ഞിട്ടുണ്ടോ? അവർ തള്ളി പറയാത്തിടത്തോളം കാലം അവരിതിനെ തിരക്ക് പിടിച്ച് സ്വാഗതം ചെയ്യും. കേരളത്തിലെ മറ്റെന്തെങ്കിലും ഒരു വിഷയത്തിൽ ഇന്നേ വരെ ഇടതുപക്ഷ ഗവൺമെന്റിനെ ജയചന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ നല്ലതെന്ന് വിശ്വസിക്കുന്ന ഏതെങ്കിലും ഒരു നയപരിപാടിയെ ഈ ബിന്ദു അമ്മിണി സ്വാഗതം ചെയ്തിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ബിന്ദു അമ്മിണി ഇതിനകത്ത് മുൻകൂടി തള്ളി കയറി ചാടിക്കേറി സ്വാഗതം ചെയ്തത്? അതിനോട് ഇന്നലെ വരെയുള്ള ബിന്ദു അമ്മിണിയുടെ പ്രവർത്തനത്തോട് ദേവസ്വം ബോർഡും ഈ പറയുന്ന വിശ്വാസികൾക്ക് വേണ്ടി സംഘടിപ്പിക്കപ്പെടുന്നു എന്ന് പറഞ്ഞ സംഘാടകരുടെയും മനോഭാവം എന്തായിരുന്നു? ഇതൊക്കെ തന്നെയാണ് ജയചന്ദ്രൻ സാറെ ഈ രാജ്യത്തുള്ള ഈ സംസ്ഥാനത്തുള്ള അയ്യപ്പ ഭക്തന്മാരുടെ മനസ്സിനെ വേവലാതിപ്പെടുത്തുന്നത്, അവരെ വ്രണപ്പെടുത്തുന്നത്. ഉദ്ദേശശുദ്ധിയാണ് അതിനെ പിന്നിൽ പ്രവർത്തിക്കുന്നവരുടെ താല്പര്യങ്ങളാണ് അവർ സംശയിക്കുന്നത്. അതുകൊണ്ട് കേരളത്തിലെ വിശ്വാസ സമൂഹം അത് ബോധപൂർവം അല്ലെങ്കിൽ അത് കൃത്യമായി തിരുത്തേണ്ടത് വിശ്വാസ സമൂഹത്തിന്റെ പേരിൽ ഈ സംഘടിപ്പിക്കുന്ന തട്ടിക്കൂട്ടല്ല. ഞങ്ങൾ ഇതാ കേരളത്തിലെ മുഴുവൻ വിശ്വാസികളെയും അവരെ ഞങ്ങൾ വിശ്വാസത്തിലെടുക്കുന്നു. കോടതി ഉൾപ്പെടെയുള്ള ആളുകൾ ശരിവെച്ചിരിക്കുന്ന വിശ്വാസ സമൂഹത്തിന്റെ പ്രതിനിധികളെ അയ്യപ്പ സേവാ സംഘത്തിന്റെ പേരിലും അയ്യപ്പന്റെ പേരിലും നിരവധി രജിസ്ട്രേഡ് സംഘങ്ങളില്ലേ ഈ രാജ്യത്ത്, ഈ സംസ്ഥാനത്ത്? അവരിൽ ആരെയെങ്കിലും എന്തുകൊണ്ട് ഗവൺമെന്റ് വിശ്വാസത്തിലെടുത്തില്ല? അപ്പൊ ഇതൊക്കെ സൂക്ഷിക്കാൻ താല്പര്യപ്പെടുന്ന എന്താണ്? അയ്യപ്പന്മാരോ അയ്യപ്പന്മാർ പ്രദാനം ചെയ്യുന്ന സംഘടനകളെ വിശ്വസിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. അവരുടെ ഹൃദയം വ്രണപ്പെടുത്തിയ ആളുകളുടെ പങ്കാളിത്തത ഞങ്ങൾ തള്ളിപ്പറയില്ല. അവർ ഞങ്ങൾ പരമാവധി കൊടുക്കുമെന്നൊക്കെ പറയുമ്പോൾ ജയചന്ദ്രൻ സാറെ പോലെ നിഷ്കളങ്കനും വിശ്വാസ സമൂഹത്തോടൊപ്പം നിൽക്കുന്ന നിരവധി ഇടതുപക്ഷ സുഹൃത്തുക്കളാണ് യഥാർത്ഥത്തിൽ എതിരായിട്ട് മുന്നോട്ട് വരേണ്ടത്. അവരെ നേർമയ്ക്ക് തിരുത്തേണ്ടത്, ഇവരുടെ ഉദ്ദേശത്തെ പൊളിച്ചെടുത്തേണ്ടത് എന്നാണ് എന്റെ വിനയപൂർവ്വമായ അഭ്യർത്ഥന.